ഗുഡ് പീപ്പിൾ. അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാനിപ്പോൾ ബാംഗ്ലൂർ അല്ല കേട്ടോ. ഞാൻ വീട്ടിൽ വന്നു, ഇന്ന് ജസ്റ്റ് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ആകെ 2-3 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ദിവസവും കളയണ്ട, എല്ലാ ദിവസവും പ്രൊഡക്റ്റീവ് ആക്കിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് കാണാമേ. എൻ്റെ വീട്ടിലുള്ള ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ശരിക്കും ഹാപ്പിയാണ്. കാരണം എനിക്ക് ബാംഗ്ലൂർ അത്രയ്ക്ക് ഇഷ്ടമല്ല. നാട്ടിൽ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. വന്നപ്പോഴേ, നാട് കണ്ടപ്പോഴേ സന്തോഷമായി, എൻ്റെ വീട് കണ്ടപ്പോഴേ എനിക്ക് സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കാണാമേ. അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്കും മമ്മിയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ചപ്പാത്തി മുട്ടക്കറി എല്ലാം റെഡിയാക്കുമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചായ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഗ്ലോറിയുടെ വീട്ടിൽ ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ചായ എല്ലാം എടുത്തിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ പോയിട്ടാണ് കുടിക്കുന്നത്. കാരണം പപ്പയും അമ്മച്ചിയെല്ലാം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പപ്പ മിക്കവാറും ചായ കുടിക്കുന്നത് ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ്. അപ്പം ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാനും പപ്പയുടെ കൊടുത്തിരുന്നാണ് കുടിക്കാറ്. അങ്ങനെ അവിടെ നിന്ന് പപ്പയുടെ ഓരോ കഥയൊക്കെ കേട്ടിരുന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ മിക്കവാറും ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നാണ് കേട്ടോ. കാരണം അവിടെ ആകുമ്പോൾ എല്ലാവരും എപ്പോഴും കാണും. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുന്നതൊട്ട് ഇഷ്ടവുമല്ല. അത് കഴിഞ്ഞിട്ട് ചായ എല്ലാം കുടിച്ചിട്ട് ഞാൻ വെളിയോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ജൂലുമാമ അവിടെ നിന്ന് ചിക്കുമൊക്കെ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ചിക്കുമല്ല ഞങ്ങളുടെ അവിടുത്തെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചാണ് കേട്ടോ. എനിക്ക് ചിക്കു ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന അത്ര ഇഷ്ടമല്ല. നമ്മൾ വീട്ടിൽ നിന്ന് പറിച്ച് കഴിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്കും ചെറുക്കൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും നേരം അവനെ വെയിറ്റ് ചെയ്താൽ ഇരുന്നത്. കാരണം അവൻ രാവിലെ ഭയങ്കര ഉറക്കമായിരുന്നു. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവന് മേടിച്ചുകൊണ്ട് വന്ന ആനയുടെ ആ കളിപ്പാട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. അവൻ അപ്പോളെ അതും എടുത്തുകൊണ്ട് അപ്പുറത്ത് പപ്പയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓടുന്നത്. ഇവൻ എന്തോ കിട്ടിക്കഴിഞ്ഞാലും ഇവൻ പപ്പയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓടും കേട്ടോ. അവനും പപ്പയും കൂടി ഭയങ്കര കമ്പനിയാണ്. എനിക്കറിയത്തില്ല ഇവർ തമ്മിലുള്ള ആ ബോണ്ട് എന്തുവാന്ന്. ഭയങ്കര കൂട്ടാണ്. ഇവൻ എന്തോ ഉണ്ടെങ്കിലും പപ്പയെ കാണിക്കാൻ പോകും കേട്ടോ. അങ്ങനെ അവന് കിട്ടിയ സാധനം കൊണ്ട് ഓടി പപ്പയെ കാണിക്കാനായിട്ട് പോകുമായിരുന്നു. അവനവിടെ ചെന്നപ്പോഴത്തേക്കും അവൻ്റെ സൗണ്ടും കേട്ടോണ്ട് അമ്മ അടുക്കളയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഇടയ്ക്കോട്ട് വന്നു. ആനയെ കണ്ടോ? ആനയെ ചാച്ചി ദോശ ഉണ്ടാക്കിയെന്ന് ചോദിച്ച അമ്മയോട്. അമ്മച്ചിയാ ഇവനും അമ്മച്ചി കൂടെ നേരിട്ടുണ്ടെങ്കിൽ എപ്പോഴും അടിയാകട്ടോ. ഇവൻ അമ്മച്ചിയെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും അടിക്കാൻ ചെല്ലും. ഇവന് സ്നേഹമുള്ളവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് എപ്പോഴും കിട്ടാറുള്ളത് ഈ അടിയൊക്കെ കേട്ടോ. അയ്യേ അച്ഛൻ തോറ്റേ. യാച്ചും അപ്പയും കൂടി എപ്പോഴും കളിക്കുന്ന കളിയാണ് ഇത് കേട്ടോ. ഓട്ട മത്സരമാണ്. റെഡി 1 2 3 പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഓടും. ഇവനാണെങ്കിൽ എപ്പോഴും തോക്കും. പക്ഷെ ഇവന് വിഷമം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പപ്പ പിന്നെ രണ്ടാമത്തെ റൗണ്ടിൽ ഒന്ന് പെതി ഓടിക്കൊടുക്കും കേട്ടോ. ഇവനത് ഭയങ്കര ഇഷ്ടമാണ്. ഇവനും പപ്പയും കൂടി എപ്പോഴും ഇങ്ങനെ ഓരോന്നൊക്കെ കളിക്കും കേട്ടോ. ഇവന് ശരിക്കും പറഞ്ഞാൽ പപ്പയുടെ കൊടുത്ത് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്നായിരുന്നു കേട്ടോ. ഗ്ലോറിയുടെ വീട്ടിൽ നിന്നായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പവും ബീഫ് റോസ്റ്റും പിന്നെ മുട്ട പുഴുങ്ങിയതും ഉണ്ടായിരുന്നു. ഞാൻ മുട്ട പുഴുങ്ങിയത് കഴിച്ചില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഫുഡ് എടുക്കാൻ വന്നപ്പോഴത്തേക്കും യാച്ചുവിന് ഫുഡ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ചുമ്മാ കഴിക്കാനൊന്നുമല്ല, ചുമ്മാ വഴക്ക് കെട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നേ കേട്ടോ. എന്നിട്ട് ഇവൻ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. ആ മുട്ട പുഴുങ്ങിയതിനകത്തിലെ കുരുമുളക് പൊടി വേണമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാൻ അതെടുത്ത് അവൻ്റെ വായിൽ വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇവന് ഞാൻ കറി ഇട്ടപ്പോൾ അവനും ആ കറി വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചുമ്മാ ഷോയ്ക്ക് ഇച്ചിരി ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് ചുമ്മാ ഒരു കടി കഴിച്ചിട്ട് അവന് എണീറ്റ് അങ്ങ് പോയി. ഓഫ് ചെയ്യട്ടെ ഞാൻ, ഓഫ് ചെയ്യട്ടെ ഞാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർക്ക് ഇത്രയും ദേഷ്യം ഉണ്ടോ എന്ന് ഇത് കണ്ടപ്പോൾ എനിക്കങ്ങ് തോന്നിപ്പോയി കേട്ടോ. കാരണം ഇവനെ ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഞാനിങ്ങനെ ചെയ്തത്. ഇവൻ ആ ദേഷ്യത്തിലുണ്ടല്ലോ ഇവൻ്റെ ഫോണെല്ലാം എടുത്ത് എറിഞ്ഞിട്ട് അതെടുത്ത് കടിച്ച് കേട്ടോ. പക്ഷെ കടിച്ച് കഴിഞ്ഞപ്പോൾ ഇവന് പല്ല് ശരിക്കും നൊന്ത്. എന്നിട്ടാണെങ്കിൽ അവൻ ആ പല്ലും തിരുമ്മിക്കൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഇവനെ കളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. എനിക്കാണ് ഒരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ എളുപ്പത്തിൽ പോയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഇന്ന് കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ റെഡിയായി കഴിഞ്ഞിട്ട് ഞാൻ യാച്ചുവിനെ ഒരുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ചേച്ചി അവനെ ഒരുക്കാൻ തുടങ്ങിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവൻ ഈ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇവൻ നല്ലതായിട്ട് ചേരുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇടയ്ക്ക് ചിരിയും വന്നു. കാരണം ഇവൻ ഈ കോട്ടും ടൈയും ഒക്കെ ഇടുന്ന കാണുമ്പോഴത്തേക്കും ഒന്ന് ചിരിയും വന്നു. പക്ഷെ നല്ലതായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവന് പോകാമെന്ന് പറയാൻ വന്നപ്പോഴത്തേക്കും മമ്മി അവിടെ ഫിഷ് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാളെ ഞങ്ങൾക്ക് ചർച്ചിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഫിഷ് കറി ഉണ്ടാക്കുമായിരുന്നു. ഫിഷ് കറിയും ബീഫ് റോസ്റ്റും എല്ലാം ഉണ്ട്. ബീഫ് റോസ്റ്റിന് വീഡിയോ ഞാൻ വേറെ ദിവസം ഇടാവേ.
മമ്മിയുടെ ഫിഷ് കറിയും ബീഫ് റോസ്റ്റും ഒക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വേറെ ആരുടെ ഫിഷ് കറി ഇഷ്ടമല്ല. അപ്പോഴത്തേക്ക് ചെറുക്കനാണെങ്കിൽ റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ പപ്പാടെ കൂട്ടത്തിലേ പോത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കടന്ന് ബഹളമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് 2 വണ്ടി എടുക്കണമായിരുന്നു. അപ്പോൾ പപ്പ ഒരു വണ്ടി എടുക്കുന്നുണ്ടായിരുന്നു, ഒരു വണ്ടി ഞാനും ആയിരുന്നു എടുത്തത്. അപ്പോൾ ഇവനാണെങ്കിൽ ബഹളം വെച്ച് പിന്നെ പപ്പാടെ വണ്ടി തന്നെ കയറി കേട്ടോ. പിന്നെ അവൻ അതിനകത്ത് കയറിയോണ്ട് ചേച്ചിയും പപ്പാടെ കൂട്ടത്തിൽ തന്നെയാണ് കയറിയത്. അങ്ങനെ ചേച്ചിയും പപ്പായും ആച്ചോ എല്ലാം കൂടി ഒരു വണ്ടിക്കകത്ത് കയറി. പിന്നെ കുറച്ച് പേരെ കൊണ്ടുപോകാനുള്ളതുകൊണ്ട് ഞാൻ വേറെ വണ്ടിയിലാണ് എടുത്തത്. അതിനകത്ത് പിന്നെ ഞാനും ഗ്ലോറിയും ജൂൽമാമ എല്ലാവരും കൂടിയാണ് പോയത്. എനിക്കാണെങ്കിൽ കല്യാണത്തിന് പോകുന്നതൊന്നും അധികം ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഈ വെയിലത്തോട് കല്യാണത്തിന് പോകുകയാണെങ്കിൽ നമ്മൾ മൊത്തത്തിലങ്ങ് മുഷിഞ്ഞു പോകും. പിന്നെ നമുക്ക് ഒട്ടും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഫാമിലി ആയതുകൊണ്ടും നമുക്ക് ഏറ്റവും അടുത്ത ആൾക്കാരും ആയതുകൊണ്ടും മാത്രമാണ് പോയത്. അങ്ങനെ പിന്നെ ഞാനും പപ്പയും കൂടി ഒരു വീഡിയോയ്ക്കൊക്കെ പോസ് ചെയ്ത് ചുമ്മാതെ ഇങ്ങനെ സ്റ്റൈലിൽ നടന്നൊക്കെ വരുമായിരുന്നു കേട്ടോ. പപ്പയുടെ ആ ചിരി കാണുമ്പോഴേ എനിക്കങ്ങ് ചിരി വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് കല്യാണം ഒരു ഏകദേശം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കല്യാണത്തിൻ്റെ സമയത്ത് ചെറുക്കനെ പെണ്ണെ കൈ പിടിച്ചു കൊടുക്കുന്നതാണ് ഭയങ്കര രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കാണാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴോട്ട് വന്നായിരുന്നു കേട്ടോ. സാധാ കേരള കല്യാണം പോലെ ജസ്റ്റ് നിന്ന് കൊടുത്തതുള്ളൂ. എല്ലാവരും കൂടി നമ്മളെ തെള്ളി അങ്ങ് ഓട്ടോറിനകത്തിലോട്ട് കയറ്റി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കല്യാണത്തിനെ വ്യത്യസ്തമാക്കുന്ന ഈ ഒരു ഇടി തന്നെ. കുറച്ച് ഇടിയൊക്കെ കിട്ടിയായിരുന്നെങ്കിലും കഴിക്കാൻ വേണ്ടി കയറി കഴിഞ്ഞപ്പം അപ്പവും ഡക്ക് റോസ്റ്റും ഉണ്ടായിരുന്നു സ്റ്റാർട്ടറായിട്ട് കേട്ടോ. പിന്നെ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചോറും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒത്തിരി കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അധികം കഴിച്ചില്ല, കാരണം ഞാൻ അപ്പവും ബീഫ് റോസ്റ്റും കഴിച്ചതുകൊണ്ട് എനിക്ക് വലുതായിട്ട് വിശന്നില്ലായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടത്തിൽ മീനൂട്ടി ഉണ്ടായിരുന്നു കഴിക്കാൻ കേട്ടോ. ഞാൻ പിന്നെ കുറച്ചൊക്കെ മീനൂട്ടിക്ക് വാരി കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വന്നത് പപ്പയുടെ ബ്രദറിൻ്റെ കൂട്ടത്തിലാണ് കേട്ടോ. ഞാൻ കൊണ്ടുവന്ന വണ്ടിയാണെങ്കിൽ ഗ്ലോറിയുടെ പപ്പ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ സായിച്ചാൻ്റെ കൂട്ടത്തിലായിരുന്നു തിരിച്ചു വന്നത്. സായിച്ചാനാണ് FM-ലെ പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ വരുമായിരുന്നു. എന്നിട്ട് കല്യാണം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും മമ്മി ഫിഷ് കറി എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടാലേ അറിയാം അടിപൊളി സാധനമാണെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ മീനൂട്ടി ശേനക്കൊച്ചുമ്മി കൂടത്തി വരണേന്ന് പറഞ്ഞതിന് ഞാൻ പിന്നെ ഡ്രസ്സെല്ലാം മാറി ഫ്രഷായിട്ട് മീനൂട്ടിയുടെ അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞാലും മീനൂട്ടിയെ കാണുമ്പോൾ എപ്പോഴും മീനൂട്ടിയുടെ മുടിയൊക്കെ കെട്ടി വൃത്തിയാക്കി വെക്കും കേട്ടോ. എനിക്ക് മീനൂട്ടി ഇങ്ങനെ ഒരുക്കി നടത്തുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീനൂട്ടിയുടെ മമ്മിയാണെങ്കിൽ നാട്ടിലില്ല, ചേച്ചി കാനഡയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോൾ നാട്ടിൽ വന്നാലും മീനൂട്ടി എപ്പോഴും ഇങ്ങനെ ഒരുക്കി സുന്ദരിയാക്കും കേട്ടോ. എൻ്റെ മീനൂട്ടി അല്ലെങ്കിൽ സുന്ദരിയാണ്. ഞാൻ നാട്ടിലുള്ള സമയത്ത് എപ്പോഴും മീനൂട്ടിയുടെ കൂട്ടത്തിലായിരുന്നു കേട്ടോ. പിന്നെ യാച്ചു വന്നേ പിന്നെ യാച്ചുവിൻ്റെ കൂട്ടത്തിൽ. ഇപ്പോൾ ബാംഗ്ലൂരിൽ പോയാൽ പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഇവരെ രണ്ടുപേരെ. ഇവരെ കാണാൻ എപ്പോഴും തോന്നും കേട്ടോ. അപ്പോൾ നാട്ടിൽ വന്നാൽ ഉടനെ ഇവരെ രണ്ടുപേരെയും കാണാൻ വേണ്ടിയിട്ട് ആദ്യമേ വരുന്നത്. എന്നിട്ട് പിന്നെ മീനൂട്ടി ഞാനിവിടെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. മീനൂട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ മുടിയൊക്കെ കിട്ടിയത്. എന്നിട്ട് മീനൂട്ടി അതെല്ലാം ഇങ്ങനെ കാണിക്കുമായിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ മീനൂട്ടി വന്ന് എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മാത്രമല്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം മീനൂട്ടി ഉമ്മ വന്നായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ മീനൂട്ടി തന്നെ ലവ് യു ഒക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ നിങ്ങൾക്കെല്ലാം ലവ് യു പറഞ്ഞു കഴിഞ്ഞിട്ട് മീനൂട്ടിയുടെ അപ്പായ്ക്കും അമ്മയ്ക്കും എല്ലാം ലവ് യു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും മീനൂട്ടി ഞാനും കൂടി ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നേ. കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിവടയും സുഖിയനും എല്ലാം ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സുഖിയൻ കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നാൾ ആഗ്രഹിച്ചിരുന്ന് കഴിച്ചുകൊണ്ടാന്ന് തോന്നി. എനിക്ക് സുഖിയൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉള്ള പോലെ തോന്നി. ചിലപ്പോൾ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടിരുന്ന് കഴിക്കുന്നതുകൊണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിതൊന്നും വീട്ടിൽ നിന്നല്ലേ കഴിച്ചത്, ഞാനിതെല്ലാം മീനൂട്ടിയുടെ വീട്ടിൽ നിന്നാണ് കഴിച്ചത് കേട്ടോ. ഞങ്ങളുടെ വീടുകളെല്ലാം അടുത്തടുത്തായതുകൊണ്ട് എപ്പോഴും നമ്മൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊക്കെ കയറി നടക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ മീനൂട്ടിയും കൊണ്ട് വീട്ടിൽ പോയായിരുന്നേ. വീട്ടിൽ പോയി കഴിഞ്ഞപ്പം മീനൂട്ടിയെ യാച്ചനെയും കൊണ്ട് ഞാൻ പിന്നെ പപ്പ കൃഷി ചെയ്യുന്നിടത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്പയ്ക്ക് ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഈ കൃഷിയെല്ലാം ചെയ്യുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇടാമേ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിനടുത്ത് തന്നെയാണ്. പിന്നെ പിള്ളേരുള്ളതുകൊണ്ടാണ് ഞാൻ കാർ എടുത്തിട്ട് വന്നത്. പപ്പയാണെങ്കിൽ സ്കൂട്ടിയിലായിരുന്നു വന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു വൈകുന്നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ യാച്ചു എൻ്റെ കൂട്ടത്തിലുള്ളതുകൊണ്ട് യാച്ചു കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇവനാണെങ്കിൽ കാർട്ടൂൺ ഭയങ്കര അഡിക്റ്റാണ് കേട്ടോ. ഞാൻ ഈ ഫോൺ എങ്ങാനും മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ കടന്ന് ബഹളം വെക്കും. എന്നിട്ട് പിന്നെ അവൻ കാർട്ടൂൺ എല്ലാം കണ്ടു കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും വെളിയിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പപ്പയും നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നേ. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ഒരു അമ്പലത്തിലെ പരിപാടിയാണ്. കാളകെട്ടിനോടനുബന്ധിച്ചുള്ള ഓരോ പരിപാടികളൊക്കെ എല്ലാ അമ്പലങ്ങളിലും ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിന്ന് വൈകിട്ട് ഡിന്നറിനൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു, കാരണം മമ്മി ഇന്ന് ഫുൾ ബിസി ആയിരുന്നു. അതുകൊണ്ട് ഡിന്നർ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ രാത്രിയിലത്തേക്ക് എന്തെങ്കിലും മേടിക്കുകയും വേണം. പിന്നെ പിറ്റേ ദിവസം പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ആദ്യമേ തന്നെ ഞങ്ങൾ ഫ്രൂട്ട്സ് കടയിലോട്ടാണ് പോയത്. ഞങ്ങൾക്ക് കുറച്ചേറെ ഫ്രൂട്ട്സ് മേടിക്കണ്ടായിരുന്നു. പിറ്റേ ദിവസം പരിപാടിക്കുള്ള ഫ്രൂട്ട്സ് ആയിരുന്നു കേട്ടോ. ചെന്നപ്പോൾ തന്നെ യാച്ചിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഈ വാട്ടർമെലൺ. അപ്പോൾ അവൻ അതൊക്കെ പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് മേടിക്കാൻ വേണ്ടി ഞങ്ങളുടെ അടുത്തുള്ള മുരളി ഹോട്ടലിലോട്ടാണ് വന്നത് കേട്ടോ. മമ്മി വീട്ടിലുള്ളതുകൊണ്ട് ഞങ്ങൾ പാഴ്സൽ മേടിക്കുമായിരുന്നു. അപ്പോൾ പപ്പ പോയി സാധനം എല്ലാം മേടിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പപ്പ സീറ്റിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഉടനെ യാച്ചു ആണെങ്കിൽ ഡ്രൈവർ സീറ്റിലോട്ട് അങ്ങ് കയറി അങ്ങ് നിന്നു. എന്നിട്ട് പപ്പ വരുന്നത് നോക്കിക്കൊണ്ട് പപ്പായും കൈ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇവർ തമ്മിൽ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. എനിക്കറിയത്തില്ല ഇവർ തമ്മിൽ ഇത്രയും പോകേണ്ട എന്തുവാ. എന്നിട്ട് പിന്നെ പപ്പ തന്ന ഫുഡൊക്കെ മേടിച്ച് അവൻ തന്നെ അങ്ങ് വിളിച്ചു കേട്ടോ. എന്നിട്ട് ഭയങ്കര ചൂടായതിന് പിന്നെ എൻ്റെ തന്നായിരുന്നേ. എന്നിട്ട് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡെല്ലാം ആക്കിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു.
ഞങ്ങൾ ഒത്തിരി ഫുഡൊന്നും മേടിച്ചില്ലായിരുന്നു കേട്ടോ, ഒത്തിരി ഞങ്ങൾക്ക് വിശക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പൊറോട്ടയും ചില്ലി ചിക്കനും മാത്രമേ മേടിച്ചുള്ളൂ. എനിക്കാണെങ്കിൽ മുരളി ഹോട്ടലിലെ പൊറോട്ടയും ചില്ലി ചിക്കനും ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി വെറൈറ്റീസ് ഒന്നും ട്രൈ ചെയ്യുന്ന ഇഷ്ടമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്സ് മസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ട് പോകണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ അത് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിലത്തേക്ക് ഇതും കൂടി മാത്രമേ കഴിച്ചുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ നാട്ടിലെ ഒരു ദിവസം ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം ബൈ.